എല്ലാവർക്കും ജയാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് ചേമ്പലക്കറി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ ചേമ്പ് ബക്കറ്റിനകത്ത് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ കിളിച്ച് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മുറിച്ചെടുത്ത് നമുക്കിന്ന് ചേമ്പലക്കറി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ചേമ്പലക്കറിക്ക് പ്രധാനമായിട്ട് വേണ്ടത് നമുക്ക് പരിപ്പാണ്. പരിപ്പ് ഞാൻ ഇതുവരെ 3-4 സൈസ് വാങ്ങിച്ച് മിക്സ് ചെയ്ത് വെച്ചിരുന്നതിനകത്തുനിന്ന് ഒരു ബൗൾ എടുത്തതാണ്. ഒരു 100 ഗ്രാം കാണും. അപ്പം ഒരു സൈസ് പരിപ്പേ ഉള്ളെങ്കിൽ നമുക്ക് ഈ ചേമ്പല കറി വെച്ച് ടേസ്റ്റിയിൽ കഴിക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ ഒരു 50 ഗ്രാം പച്ചക്കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചക്കപ്പലണ്ടി ഇല്ലെങ്കിൽ നമുക്ക് ഗ്രീൻ പീസ് ആയാലും മതി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടുമല്ലോ, അതിന് വേണ്ടി ചേർക്കുക. അപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് ഈ ഡാൽ ചേർത്ത് നമുക്ക് ചേമ്പല കറി ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് രണ്ടും കൂടി ചേർത്തൊന്ന് കഴുകി അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കാം, ഒന്ന് കുതിരാൻ വേണ്ടി. പരിപ്പ് വെള്ളത്തിലിട്ടിട്ട് അരമണിക്കൂറായി. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്നെടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 2 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഈ പരിപ്പ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് ഒഴിക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒരു 5 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. ചേമ്പിൻ്റെ തണ്ടെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം. ഞാൻ നട്ട് വളർത്തിയത് കൊണ്ട് എനിക്ക് നല്ല വിശ്വാസത്തോടു കൂടി ഇലയെടുത്ത് കറി വെക്കാം. അപ്പോൾ അത് ഇലയുടെ പുറത്തിരിക്കുന്ന പൊടി പോകാൻ വേണ്ടി ബക്കറ്റിൽ വെള്ളം വെച്ച് 1-2 തവണയൊന്ന് മുക്കിയെടുത്ത്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് അഴുക്കൊന്നുമില്ല. അതിൻ്റെ തണ്ടും അതേപോലെ മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞു കൊണ്ടുവരാം. ചേമ്പല ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ തണ്ടും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കറി വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ചേമ്പലക്കറിയിൽ വഴറ്റി ചേർക്കാൻ 2 മീഡിയം സൈസ് സവാള എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 4 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി എടുത്തിട്ടുണ്ട്. അതൊന്ന് വെള്ളത്തിൽ ഇടണം കുതിരാൻ വേണ്ടി. അപ്പോൾ ഇതെല്ലാം വഴറ്റുമ്പോഴത്തേക്ക് നമുക്കത് പുളി കുതിർന്ന് കിട്ടും, പിഴിഞ്ഞൊഴിച്ചാൽ മതി. പിന്നെ ഒരു പച്ചമുളക് ഒന്ന് കീറി വെച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും നമ്മൾ പുളിക്ക് പകരം തക്കാളി ചേർക്കരുത്, കാരണം കറി കൂട്ടാൻ പറ്റാതെ വരും. കാരണം ഇതിന് ചേമ്പലെ ഒന്ന് മയക്കി നിർത്തണമെങ്കിൽ വാളംപുളി തന്നെ വേണം. അപ്പോൾ വാളംപുളി ഇതിന് വേണ്ടത്. വാളംപുളി ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ പോകരുത്. അപ്പോൾ നമുക്കിത് തുടങ്ങാം. 5 വിസിലായപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരുന്നു. ഇപ്പോൾ കുക്കർ തണുത്തിട്ടുണ്ടെന്ന് തുറന്നു നോക്കാം. അപ്പം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നോക്കിയേ, ഇങ്ങനെ വെന്ത് കുഴയണം, എങ്കിലേ ആ പിന്നെ നമ്മുടെ ചേമ്പലക്കറിക്ക് നല്ല രുചി വരത്തുള്ളൂ. കണ്ട, അപ്പോൾ ഈ പരുവത്തിലാവണം. അപ്പോൾ ഈ ഡാല് വെന്തത് ഇങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്ക് ഇതെല്ലാം വഴറ്റി ചേർക്കാൻ വേണ്ടി ചൂടായ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കടുകെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കാം കേട്ടോ, അതിനൊന്നും കുഴപ്പമില്ല. ഞാനിപ്പം ഈ പച്ചലയൊക്കെ കറി വെക്കുമ്പോൾ കടുകെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടായി അതിൻ്റെ ആവി അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കണം. നമ്മൾ ഈ എണ്ണ ഇങ്ങനെ പരന്ന് കാണുന്നെങ്കിൽ ഒരുപാട് തോന്നിക്കും, പക്ഷെ വേണ്ട, 2 ടീസ്പൂൺ എണ്ണയെ കാണത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ചൂടായ ഈ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഈ കടുകെണ്ണ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കടുക് ഇട്ട് അങ്ങ് പൊട്ടിക്കരുത്. എണ്ണയൊന്ന് ചൂടായി അതിൻ്റെ ആവി, ആ പച്ചമണം അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് വേണം നമ്മൾ സവാളയായാലും ഇഞ്ചി വെളുത്തുള്ളി എന്തുമായാലും ഇട്ട് വഴറ്റിയെടുക്കേണ്ടത്. നല്ല മണവും നല്ല രുചിയായിരിക്കും ആ കറിക്ക്. ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളിയുടെ നിറമൊക്കെ ഒന്ന് മങ്ങി വരുമ്പോൾ ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പിൻ്റെ തണ്ടിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ചേമ്പിൻ്റെ തണ്ടിനായാലും ഇലയ്ക്കായാലും ഒരു കൊഴുപ്പൊന്നുമില്ല, വെള്ളം പോലെ ഇരിക്കും. അതിനാണ് ഞാൻ ഉഴുന്നുമൊക്കെ ചേർന്ന പരിപ്പിട്ട് കൊടുത്തത്. അപ്പോൾ മിക്സഡ് പരിപ്പിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റിയിൽ കഴിക്കാം. കുക്കറിലാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണ്.
ചേമ്പിൻ്റെ തണ്ടിട്ട് ഇളക്കി നല്ലപോലെ അത് തണ്ടൊക്കെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇല അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം, അതായത് ചേമ്പില ഇട്ട് വീണ്ടും ഒന്ന് നല്ലപോലെ ഇളക്കി 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം, എങ്കിലും ഇതൊന്ന് മയത്തി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇലയൊക്കെ ഒന്ന് വാടി വരട്ടെ. നമ്മൾ പുളി വെള്ളത്തിലിട്ടിരുന്ന് അത് നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ ഞവടി എടുത്ത് അരിച്ചു മാറ്റി വെക്കാം. നമ്മുടെ ഇലയൊക്കെ വാടിയിട്ടുണ്ട്, തുറന്നു നോക്കാം. നല്ലപോലെ വാടിയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊന്നും നോക്കിക്കളയല്ലേ, ദൈവത്തെ ഓർത്ത് ആരും മറന്നു പോരുത്. ഇങ്ങനെ ചെയ്യുന്നവർ ഉപ്പൊന്നും ഇപ്പം നോക്കിയേക്കരുത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇല നമ്മൾ ഉള്ളി വാട്ടാൻ നേരത്ത് ഉപ്പിട്ടിട്ടുണ്ട്, ഡാലി വേവിക്കാൻ നേരത്ത് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പുളിവെള്ളമൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കാം. അപ്പോൾ ഇത് ഒന്ന് ആ പച്ചമണം ഒന്ന് മാറിക്കോട്ടെ. മസാല ചേർത്ത് ഇളക്കിയതിന് ശേഷം 2 മിനിറ്റായി. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. നമ്മൾ ഡാലൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഒരു പൊടിക്കോളം കായപ്പൊടിയും കൂടെ ചേർക്കണം. കട്ടിക്കായ ഉണ്ടെങ്കിൽ അത് വറുത്ത് പൊടിച്ച് ചേർക്കണം. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ പൊടിക്കായോ ചേർക്കുന്നത്. ഏതായാലും മതി. നമുക്ക് അതുകൂടെ ചേർക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞ് അരിച്ച് വെച്ചിരിക്കുന്ന പിഴുപുളിയുടെ ചാറങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പരിപ്പിലേക്ക് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത കൂട്ടങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ചേമ്പിലക്കറിക്ക്. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ആ വഴറ്റി വെച്ചിരുന്ന മിക്സ് ചേർത്ത് നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ പാകത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് ഇളക്കിയിട്ടുണ്ട്. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കാം. അല്ല അതിപ്പം നോക്കണ്ട, ഇലയൊന്ന് മിക്സ് ആയിക്കോട്ടെ പരിപ്പുമായിട്ട്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് ഒറ്റ വിസിൽ. ചേമ്പലക്കറിയുടെ മിക്സിങ് എല്ലാം കഴിഞ്ഞു. 1 വിസിലിനും കൂടി ഞാൻ ഫ്ലെയിം ഓണാക്കിയിരുന്നു. 1 വിസിൽ കഴിഞ്ഞപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. കുക്കർ തണുത്ത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. കുക്കറിലാവുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണ്. ഓക്കെ, സൂപ്പറാണ്. ഇനി നമുക്ക് കുറച്ച് കടുവും കൂടി താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി കൂട്ടാൻ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കഴിച്ച് നോക്കണേ, സൂപ്പറാണ്. നമ്മുടെ ചേമ്പലക്കറിയിലേക്ക് കുറച്ച് കടുവും കൂടെ താളിച്ചത് ഒഴിച്ച് കൊടുക്കാം. ഇപ്പം നല്ലപോലെ നടക്കട്ടെ. ഇതിന് തേങ്ങയുടെ ആവശ്യമില്ല, തക്കാളിയുടെ ആവശ്യമില്ല. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കഴിച്ച് നോക്കണേ. ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോകല്ലേ. ഞാൻ ഈ ഉണ്ടാക്കിയ രീതിയിൽ ചേമ്പല കറി വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരൊറ്റ കറി മതി നമുക്ക് ചോറുണ്ണാനായാലും ചപ്പാത്തി കഴിക്കാനായാലും. അപ്പോൾ ചോറിൻ്റെ കൂടെ ഈ കറി എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെന്നറിയാം, അച്ചാറോ പപ്പടോ ഇതിലേതെങ്കിലും ഒന്നുകൂടി മതി ഇതിൻ്റെ കൂടെ കഴിക്കാനാണ്. ചപ്പാത്തിക്ക് ഈ ഒരൊറ്റ ഐറ്റം മാത്രം മതി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് കഴിക്കണേ, സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ഇത് വെറുതെ പറയുമല്ല, ഞാൻ ഗ്യാരണ്ടി തരുന്നുണ്ട്. ഇത് ചൊറിയത്തൊന്നുമില്ല. ചേമ്പലയെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പുച്ഛം പോലെ, പക്ഷേ ഇത്രയും ഗുണമുള്ള ഒരു സാധനം വേറെ ഇല്ല.